നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. വലിയൊരു നിക്ഷേപമാണ് തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ആഗോള നിക്ഷേപ സംഗമം അവർ നടത്തിയിരിക്കുകയാണ്. അതിൽ ഏകദേശം 70 ലക്ഷം കോടിയോളം നിക്ഷേപമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിക്ഷേപം വരുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളവർ തന്നെ പൊടി തട്ടി പോവുകയാണ്. എന്തായിരിക്കും മാഷേ പറയാനുള്ളത്? അല്ല, കേരളത്തിലിങ്ങനെ വലിയ നിക്ഷേപത്തിൻ്റെ സാധ്യതകളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് നിക്ഷേപ സംഭവങ്ങൾ നേരത്തെയും അതായത് നിക്ഷേപത്തിൻ്റെ ഒരു സാധ്യത അന്വേഷിച്ചുകൊണ്ടുള്ള ആഗോള നിക്ഷേപ സംഗമങ്ങളെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഉണ്ടായിരുന്നു, പിണറായി വിജയൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും ആരും കാര്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണ് നിക്ഷേപം വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ രീതിയിൽ സർക്കാർ പറയും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് നിക്ഷേപകർക്ക് എന്തെല്ലാമാണ് കൊടുക്കാനായിട്ട് കഴിയുക, എന്തെല്ലാം സൗജന്യങ്ങളാണ് അവർക്ക് ലഭിക്കുക? വളരെ കുറച്ച് ഉണ്ടാവുകയെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനുള്ള സാധ്യതയില്ല. നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് ഭൂമിയില്ല. അപ്പോൾ തമിഴ്നാട് കൊടുക്കുന്ന മാതിരി ഭൂമി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. വൈദ്യുതിയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ വലിയ സംഭാവനകളൊന്നും ചെയ്യാനായിട്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അതുകൂടാതെ നമ്മളുടെ ഈ ബ്യൂറോക്രസി മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ തന്നെ കൂടുതൽ ചട്ടപ്പടി പ്രവർത്തിക്കുന്നതായതിൻ്റെ പേരിൽ അവർക്ക് ലൈസൻസോ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള കാലതാമസം വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ തൊഴിൽ ശേഷി എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, അതിന് ഇവിടെ കൂടുതൽ മൂല്യം ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അവിടെയും നമുക്ക് ഒരു വ്യവസായം നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ബീഹാറിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് പണിയെടുക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾക്കിവിടെ 350 രൂപയാണ് കിട്ടുന്നത്, ഇവിടെ നമുക്ക് 900 രൂപ കിട്ടും എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരി സാധാരണ തൊഴിലാളിയുടെ കൂലി എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. നമ്മളുടെ ആളുകൾ പണിയെടുക്കുന്ന 1000 രൂപ വേണം. ബംഗാളിക്ക് വേണമെങ്കിൽ 900 കൊടുത്താൽ മതിയാവും. പക്ഷേ ആ 900 പോലും എന്ന് പറയുന്നത് ബംഗാളിൽ നിന്ന് അവരിവിടെ എത്തുന്ന സമയത്ത് 300 നിന്നും 350 നിന്നും 900 വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യവസായി നോക്കുന്ന എന്താണ്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറച്ച് കാശിന് എവിടെയാണ് ലേബർ കിട്ടുക? ആ ലേബർ കേരളത്തിൽ എനിക്ക് വന്നില്ലേ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഇവരിങ്ങനെ ഈ വലിയ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഘോഷങ്ങളൊക്കെ നടത്തും എന്നല്ലാണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നത് എനിക്ക് തോന്നണില്ല. അത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ നാട് തന്നെയല്ലേ കുഴപ്പത്തിലാവാൻ പോകുന്നത്. കാരണം ഇപ്പം തന്നെ ഇവിടെയുള്ള യുവാക്കളടക്കം സംസ്ഥാനത്ത് നിൽക്കുന്നില്ല, പലരും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇതൊരു വൃദ്ധന്മാരുടെ ഒരു കേന്ദ്രമായിട്ട് കേരളം മാറുന്നു. തീർച്ചയായിട്ടും ഇവിടെ നിക്ഷേപങ്ങളും മറ്റ് വികസന സാധ്യതകളുടെയും ആവശ്യം കേരളത്തിനില്ലേ? അതുപോലെ കേരളം ഒരു സാമ്പത്തിക സംവിധാനമായി നിലനിൽക്കണമെങ്കിൽ, അതിൻ്റെ ഒരു അതിജീവനം അല്ലെങ്കിൽ അതിൻ്റെ സർവൈവൽ സാധ്യമായി തീരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ആവശ്യത്തിന് വ്യവസായങ്ങളുണ്ടാകണം, തൊഴിലുണ്ടാകണം, അവർക്ക് പണം ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നുള്ള സംവിധാനം ഉണ്ടാകും. ഇപ്പോൾ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നതായിട്ടുള്ള തൊഴിലാളികൾ അവർ കേരളത്തിൽ ദൈനംദിനമായിട്ട് നിരവധി മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പം നിലനിർത്തിക്കൊണ്ടുവരുന്നത്. വൃദ്ധൻ സദനമായി മാറിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്, അതിൻ്റെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഫലമായിട്ട് നിർവഹിക്കപ്പെടുന്ന ഒരു പ്രക്രിയയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൈനംദിനമായിട്ട് വരുന്ന വലിയൊരു ലോസ് ഉണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം 50 കോടിയോളം രൂപ എല്ലാ ദിവസവും നമ്മുടെ സംസ്ഥാനത്തു നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സാധാരണ വ്യവസായികൾ നമ്മളോട് സംസാരിക്കുന്നത്. ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ തന്നെ. കാരണം ആ പണം നിരന്തരമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മുൻപ് നമ്മളുടെ ഒരു എക്കണോമിക് ബൂമിൻ്റെ അടിത്തറയായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്ന ഗൾഫിൽ നിന്ന് വരുന്ന പണമായിരുന്നു. അത് നമ്മുടെ ചെറുപ്പക്കാർ പുറത്തു പോകുന്നു, പണിയെടുക്കുന്നു, അവർക്ക് കിട്ടുന്നതായിട്ടുള്ള പണം കേരളത്തിലേക്ക് വരുന്നു. ഇപ്പോൾ പക്ഷേ അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് ഗൾഫിലേക്കല്ല, അവർ യൂറോപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, ആസ്ട്രേലിയയിലേക്ക് പോകുന്നു. ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലേക്ക് അവർ എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് സ്ഥിരമായി അവിടെ താമസിക്കുക എന്നുള്ളതാണ്. പെർമനൻറ്റ് റെസിഡൻസിയാണ് അവരുടെ ലക്ഷ്യം മാത്രമല്ല അവരുടെ സ്വപ്നവും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർ സ്ഥിര താമസക്കാരായി മാറിക്കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉള്ള പണം പോലും ഇവർ വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അകത്തേക്ക് വരികയല്ലേ ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുപോവുക. നമുക്ക് ആവശ്യത്തിന് വ്യവസായങ്ങളില്ലാത്ത സ്ഥിതി ഉണ്ടാവുക,
നമുക്ക് ആവശ്യത്തിന് സമ്പത്തില്ലാത്ത സാഹചര്യങ്ങളുണ്ടാവുക, അത് വലിയ പ്രതിസന്ധിയാകും ഭാവിയിലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മുമ്പുള്ള സർക്കാരുകളുടെ നയങ്ങൾ ഇതിനൊരു കാരണമല്ല ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ചത്? അല്ല, സർക്കാരിനെ നമുക്ക് ഒരു പരിധിവരെ അവരുടെ നയങ്ങൾ പ്രശ്നമായിരിക്കാം. പക്ഷേ സർക്കാരിൻ്റെ നയങ്ങൾ മാത്രമല്ല പ്രശ്നം. നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. നമ്മളുടെ ഇവിടെ ശരീരം കൊണ്ട് പണിയെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്കൊരു പച്ചക്കറിക്കടയിൽ പച്ചക്കറി സാധനങ്ങൾ എടുത്ത് കൊടുക്കാൻ ഒരു തൊഴിലാളിയെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് അവരെവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ബീഹാറിൽ നിന്ന് കൊണ്ടുവരും. നമ്മുടെ ചായക്കടയിൽ പണിയെടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരാളെ കിട്ടില്ല. അതുകൊണ്ട് അവർ ബംഗാളിൽ നിന്ന് ഒരാളെ കൊണ്ടുവരും. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മളുടെ ആളുകൾ ഇത്തരം ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഗവൺമെൻറ് നയത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം കൂടി അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമല്ല. എല്ലാ കവലകളിലും ചെന്നിരിക്കുക, അവിടെ കുറച്ച് ആളുകൾ വെറുതെ ഇരിക്കുന്ന അപ്പോഴും കാണാം. നമ്മുടെ ആളാണ്, അവർ ചുമ്മാ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു തന്നതാണ്. പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ, ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോ ഇല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ഓട്ടോറിക്ഷ ഇട്ട് അവിടെ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്ന കാണാൻ പറ്റും. അത് നമ്മളുടെ തൊഴിലിൻ്റെ തൊഴിലിനോട് നമ്മുടെ കാഴ്ചപ്പാടിൽ ചില ഭയങ്കര വ്യത്യാസങ്ങളാണ്. അത് ഭയങ്കര കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ ഇവിടുത്തെ ആളുകൾ തന്നെ പോയിട്ട് ഗൾഫിൽ പുരുവെയിലത്ത് വളരെ പാടുവിട്ട് പണിയെടുക്കും, പക്ഷെ അവൻ ഇവിടെ അത് ചെയ്യില്ല എന്നുള്ള ആ മനോഭാവം അത്ര ശരിയല്ല. അല്ല, ദുരഭിമാനം എന്ന് പറയാൻ പറ്റില്ല, അതൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മാറിയേ പറ്റൂ. തൊഴിലിനെ സ്നേഹിക്കുകയും തൊഴിൽ എന്ന് പറയുന്നതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് സമൂഹം എത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യം. ഏത് തൊഴിലായി കഴിഞ്ഞാലും ഏത് തൊഴിലെടുക്കുന്നതിനോടുള്ളൊരു ബഹുമാനം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞവരില്ല. നമ്മുടെ പറമ്പിൽ നിന്ന് കളക്കാനായിട്ട് ആളുകളില്ല. പറമ്പിൽ ഒരു സാധനവും നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല എന്നുള്ളത്. കോവിഡ് കാലത്ത് നമ്മൾ കുറേ ആളുകളൊക്കെ ഇറങ്ങി ചില തുക്കട കൃഷിയും പരിപാടിയൊക്കെ നടത്തിയിരുന്നുള്ളത് ശരിയാണ്. എന്നല്ലാണ്ട് അതിന് പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ കാർഷിക മേഖല തകരുന്നത് ചോദിച്ചാൽ, കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ ഈ വളരെ ഫാസ്റ്റായിട്ടിരിക്കുന്ന ജീവിതത്തിനോട് പൊരുത്തപ്പെട്ടു പോകുന്നതല്ല, വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും എറണാകുളത്ത് നിന്ന് പറവൂർക്കൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ടാവും, ആ ടാക്സി ഓടിക്കുന്ന ആൾ. അവരെവിടുത്തുകാരാണെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുന്നതാണെന്ന് പറയും, വയനാട്ടിൽ നിന്ന് വരുന്നവരാണെന്ന് പറയും, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് വരുന്നവരാണ്. അങ്ങനെ പല സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളാണ് ഈ എറണാകുളത്ത് വന്ന് സെറ്റിൽ ചെയ്യുന്നത്. അവരൊക്കെ ഈ ഇടുക്കിയിലൊക്കെ ഉള്ള ആളുകൾ നേരത്തെ കാർഷിക മേഖലയിൽ പണിയെടുത്തിരുന്നവരാണ്. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ കർഷകർ തന്നെയാണ്. പക്ഷെ അവർ ആ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നേരെ നഗരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ കൽക്കട്ടയിൽ ചലവ് കൽക്കട്ട എന്ന് പറയുന്ന ഒരു നോവൽ, ആ നോവലിൽ യഥാർത്ഥത്തിൽ ബിമൽ മിത്ര കാണിച്ചു തരുന്ന ദൃശ്യം എന്ന് പറയുന്നത് ബംഗാളിലെ ഗ്രാമങ്ങൾ എങ്ങനെയാണ് വ്യാവസായികമായിട്ട് വികസിച്ച കൽക്കട്ടയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ചലവ് കൽക്കട്ട എന്ന് പറഞ്ഞാൽ ബംഗാളിലെ എല്ലാ ഗ്രാമങ്ങളും കൽക്കട്ടയിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ്. പഴയ കാലത്ത് വ്യവസായ വളർച്ചയുടെയും വികസനത്തിൻ്റെയും കാലഘട്ടത്തിൽ സംഭവിച്ചൊരു മാറ്റമായിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുക എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു മാറ്റം എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള മാറ്റമായി പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥിതി കേരളത്തിനുണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇടതുപക്ഷത്തിന് നല്ലൊരു വേരോട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അവർ പിന്തുടരുന്ന ഒരു ആശയം തന്നെ തൊഴിലാളി കേന്ദ്രീകൃത ഒരു ആശയമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു വേരോട്ടം അല്ലെങ്കിൽ ആശയത്തിന് കൃത്യമായ ആളുകളിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണോ മാഷ് ഇപ്പം പറഞ്ഞ? അല്ല, നമ്മളുടെ ഇവിടുത്തെ കൂലി വർധനവ് അത് മിക്കവാറും തന്നെ ഈ സംഘടിതമായിട്ടുള്ള തൊഴിലാളി സമൂഹത്തിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ബംഗാളിൽ 300 രൂപ 350 രൂപ കിട്ടും. അവിടെ ഇടതുപക്ഷം തന്നെയാണ് ഭരിച്ചിരുന്നത്. എങ്കിൽ പോലും നമ്മളുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നത് തൊഴിലാളി സംഘടനകൾക്ക് പറ്റിയൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണത്? തൊഴിലാളികളുടെ ഉത്തരവാദിത്വം, തൊഴിലാളിയുടെ കടമ, അതിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതെ പോവുകയും തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായിട്ട് ആ പോരാട്ടങ്ങൾ മാറുകയും അവരുടെ കൂലി നിരന്തരമായിട്ട് വർദ്ധിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ്, നല്ലതാണത്. കാരണം എന്ന് വെച്ചാൽ അതാണ് കേരളത്തിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുടെയും വികാസത്തിൻ്റെ കാരണം ഈ പണിയെടുക്കുന്ന താഴെത്തട്ടിലുള്ളതായിട്ടുള്ള മനുഷ്യരുടെ കൈകളിലേക്ക് പണം വന്നു ചേർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അവർക്ക് ഉയർന്ന തലത്തിലേക്ക് ഉള്ള അവരുടെ ജീവിത മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിയൊക്കെ അവരുടെ മക്കളെ കാനഡയിലേക്ക് കയറ്റിയൊക്കെയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി പോലും അവർക്കുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ വന്നതാണ്. പക്ഷെ അതിൽ വന്നിരിക്കുന്ന ഒരു പാളിച്ച എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമുണ്ട്, ഓരോരുത്തരുടെയും കടമകളുണ്ട്.
ആ കടമകൾക്ക് പ്രാമുഖ്യം കൊടുക്കാനായിട്ട് കഴിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തൊഴിലാളികൾ, ഇപ്പം നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ആളുകൾ പണിയെടുക്കില്ല. ഒരാളെ നമ്മൾ കൂലിക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പണി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ബംഗാളിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പണിയെന്ന് പറഞ്ഞാൽ അവന് അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ പൈസക്ക് അവൻ പണി ചെയ്യും. നമ്മൾ പണിയില്ല എന്ന് പറയാം. നമ്മളുടെ ഈ ഒരു വിമുഖത ഉണ്ടല്ലോ, ജോലിയോടുള്ള, അധ്വാനത്തിനുള്ള, അത് ഈ അമിതമായിട്ടുള്ള അവകാശ പ്രകടനത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടെന്നാണ്. അത് അവിടെ ഒരു ബാലൻസ് തെറ്റിപ്പോയി. ഇംബാലൻസ് ആണ് ശരിക്കും പറഞ്ഞത്. ഇപ്പം നമ്മുടെ സർക്കാർ തന്നെ, പിണറായി സർക്കാർ തന്നെ ഇതൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ തന്നെ അവർ തന്നെ വേണ്ടാത്ത രീതിയിലുള്ള കേരളയിൽ പോലുള്ള പദ്ധതികൾക്കാണ് ഊന്നൽ നൽകുന്നത്. വേണ്ട രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നില്ല. KSRTC പോലുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു വീഴ്ചയില്ല. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും വേണ്ട രീതിയിൽ നിക്ഷേപം നടത്താൻ അവർ തന്നെ ശ്രമിക്കാതിരിക്കുന്നത്. അല്ല, നിക്ഷേപങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ പോലും അതിനുള്ള സാധ്യതകളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്തെല്ലാം പരിമിതികളുകൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ വലിയ ഒരു കുടുംബമാണ് ശരിക്കും ഈ മലയാള മനോരമ കുടുംബം എന്ന് പറയുന്നത്. അവരുടെ ഒരു വലിയ ഫാക്ടറിയാണ് MRF എന്ന് പറയുന്ന ടയർ ഫാക്ടറി. അവരത് കേരളത്തിലല്ല നടത്തുന്നത്. നേരം വിളിക്കുമ്പോൾ ഈ കേരളത്തെക്കുറിച്ചും മലയാളിയെക്കുറിച്ചും വാദവരാതെ സംസാരിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ എന്താ ചെയ്യുന്നത്? അവൻ്റെ ഫാക്ടറി ഉണ്ടായിട്ട് കേരളത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അവിടെ നിന്ന് അധ്വാനം, തൊഴിൽ ശക്തി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറഞ്ഞ രീതിയിൽ, കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ കുറവാണ്. അതുപോലെ തന്നെ സംഘടിതമായിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സമ്മർദ്ദങ്ങളും കുറവായിരിക്കും. ഇതും കൊണ്ടൊക്കെ ഇവരുകൊണ്ട് അപ്പുറത്തൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളെ ആളുകൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടത് ചെയ്യുന്നു, എന്താണ് ലിമിറ്റേഷൻസ് എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഈ തരത്തിൽ ലിമിറ്റേഷൻസ് ആണുള്ളത്. ആ ലിമിറ്റേഷൻസ് മറ്റൊരു വശത്ത് നല്ലതാണെങ്കിലും ഈ വശത്ത് ചീത്ത കാര്യം തന്നെ. നിങ്ങളൊരു വ്യവസായി ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളുടെ വ്യവസായം സുഖമായിട്ട് നടക്കണം, നിങ്ങൾക്ക് ലാഭം കിട്ടണം, നിങ്ങൾക്കത് ആഹ്ലാദം തരണം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായി നടത്താൻ പറ്റില്ല, ആഹ്ലാദം ഉണ്ടാവില്ല, നിരന്തരമായ തലവേദന ആയിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. എന്തിനാണ് പണിക്ക് പോകുന്നല്ലേ എല്ലാവരും കരുതുള്ളൂ. അതാണ് നിക്ഷേപ സൗഹൃദമല്ലാത്തതായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത്. ആ അന്തരീക്ഷം മാറണം. ആ അന്തരീക്ഷം മാറിയാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പരിമിതി ഉണ്ടെന്നാണ് നിക്ഷേപം. കാരണം ഇത് തന്നെയാണ് അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ലേബർ ഫോഴ്സ് എന്ന് പറയുന്നതിന് നല്ല കോസ്റ്റ് കൊടുത്താലേ പറ്റും. അപ്പം അതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ കുറവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ കേരളത്തിൽ ഇത്രമാത്രം ഒരു വികസനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, എന്താണ് മാഷിന് അതിനെപ്പറ്റി പറയാനുള്ളത്? കേരളത്തിൻ്റെ ഒരു തനത് രീതിയിൽ തന്നെ കേരളത്തിന് നിലനിർത്തിക്കൂടെ? വികസനം കൃത്യമായി, അല്ല നിക്ഷേപം കൃത്യമായിട്ട് വികസനം വേണ്ട ഒരു സംസ്ഥാനങ്ങൾ അത് പോയിക്കോട്ടെ. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിക്ക് ഇത്തരം നിക്ഷേപങ്ങളും വികസനത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? വേണ്ടാത്ത വികസനങ്ങളെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭൗതിക സാഹചര്യത്തെ തന്നെ തകർക്കുന്നതാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കാരണം മുൻപ് അത്രമാത്രം അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം സമൂഹത്തിനുണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ അതുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എൻവയോൺമെൻറ്റൽ കോൺഷ്യൻസ് ഉള്ള ഒരു സമൂഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നിലനിന്ന് പോകാനായിട്ട് കഴിയുള്ളൂ. ആ പരിസ്ഥിതി സംരക്ഷണം സാധ്യമല്ലാതാവുന്നത് അനാവശ്യമായിട്ടുള്ള വികസനങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ടാണ്. അത് പറ്റില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എവിടെയും വികസനം ഉണ്ടാകുമ്പോൾ പ്രകൃതിയുടെ സംവിധാനങ്ങൾ തകരാറിലാകും. നമ്മളുടെ പ്രളയങ്ങളും അതേപോലെ തന്നെ വലിയ തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളുമൊക്കെ നമ്മളുടെ ജീവിതത്തെ താറുമാറാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനം വരുന്ന സമയത്ത് അതിജീവന സാധ്യതയുള്ള വികസനമായിട്ട് അതിനെ മാറ്റിത്തീർക്കണം. അതിനെ മാറ്റി തീർക്കണമെങ്കിൽ ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അനാവശ്യമായിട്ടുള്ള മേഖലകളിലേക്ക് വികസന പ്രക്രിയകളെ കൊണ്ടുപോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഭൂപ്രകൃതിയും സാഹചര്യമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന തരത്തിലുള്ള വികസനങ്ങളുടെ സാധ്യതകളുള്ളൂ എന്ന് മനസ്സിലാക്കി അത്തരം മേഖലകളിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അനാവശ്യമായിട്ടുള്ള മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളായിരിക്കും നമുക്ക് വരാനായിട്ട് പോകുന്നത്. സത്യസന്ധമായിട്ടുള്ളൊരു സമീപനം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിനില്ല. അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ എന്ന് പറയുന്നത്. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും അതുപോലെ മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള പോഷണത്തിനും വേണ്ടി അല്ലാതായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അവരുടെ അധികാരത്തിനും അവരുടെ സംവിധാനത്തിനും വേണ്ടിയുള്ള പ്രവൃത്തിയായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇതിൻ്റെ അപകടങ്ങളാണ്.
അതൊക്കെ മാറ്റണം. അതൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് തിരിച്ചറിവുള്ള സമൂഹമായിട്ട് മാറിയാൽ മാത്രമാണ് കേരളീയ സമൂഹത്തിന് ഒരു മുന്നോട്ട് പോക്കുള്ള സാധ്യതകൾ. ഓക്കെ. അപ്പോൾ എന്തായാലും കേരളത്തിൽ നല്ല രീതിയിലുള്ള നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അല്ല, നല്ല രീതിയിലുള്ള കേരളത്തിൽ നിക്ഷേപങ്ങളുടെ സാധ്യത കുറവാണെന്ന് കരുതുന്ന ഒരു മനുഷ്യനാണ്. നല്ല രീതിയിലൊക്കെ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ നല്ലത് എന്നേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.